വിദേശ രാജ്യത്തെ റോഡുകളിൽ വാപ്പാക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിലാക്കിയപ്പോ ഹോസ്പിറ്റൽ അധികാരികളോട് അന്ന് കേരളത്തിൽ ഏറ്റവും വലിയ പണക്കാരനായ MS യൂഫസ് അലി സാഹിബ് വിളിച്ചു പറഞ്ഞത്, പണം എനിക്കൊരു പ്രശ്നമല്ല, വാപ്പാന്റെ ജീവിതം നിലനിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ പണത്തിനൊന്നും വിലയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ആ മരണം കൺമുൻപിൽ കാണുമ്പോ 1400 കൊല്ലങ്ങൾക്ക് മുൻപ് അള്ളാഹു മനുഷ്യരോട് സർവരോടും ഓർമ്മപ്പെടുത്തി, സുമ്മ അമാതഹു. നമ്മളെ മനസ്സിന്റെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ നമ്മൾ ലക്ഷ്യം വെച്ച നമ്മളെ വലിയ കണ്ടുപിടുത്തങ്ങളോ ഇതൊന്നും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്തൂല. അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച എത്ര മരണവാർത്ത നമ്മൾ വായിക്കേണ്ട അവസ്ഥ വരൂല. 5 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് ഉള്ള കിടപ്പാടം പണയപ്പെടുത്തിപ്പോയ മകൻ നാട്ടിലുള്ള ഭാര്യനെയും വാപ്പനെയും ഇമ്മനെയും വിളിച്ചറിയിച്ചു, ഞാൻ ഇന്ന ദിവസം രാവിലെ കരിപ്പൂരെത്തും. 5 കൊല്ലത്തിനിടക്ക് അവന്റെ മക്കൾ അവൻ കണ്ണോണ്ട് കണ്ടിട്ടില്ല, വാപ്പാനൊന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല, കെട്ടിയ പെണ്ണിനൊന്ന് മനസ്സറിഞ്ഞ് ആലിംഗനം ചെയ്തിട്ടില്ല. 5 കൊല്ലങ്ങൾക്കിപ്പുറം നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ചെറുപ്പക്കാരന്റെ സർവ്വ പെട്ടികളും കൂട്ടുകാര് പെട്ടി കെട്ടി സലാം പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു സുബഹിക്കെഴുന്നേറ്റ കൂട്ടുകാരൻ തട്ടി വിളിക്കുമ്പോ തണുത്തുറഞ്ഞു കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കണ്ട് പിന്നീട് 2ാമത്തെ ദിവസം കെട്ടിയ പെട്ടിയോടൊപ്പം മറ്റൊരു പെട്ടിയിലാക്കി നാട്ടിലേക്ക് അയക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സുമ്മ അമാതഹു, നിങ്ങൾ മരിക്കും, ഫഅക്ബറ, നിങ്ങളെ കബറടക്കുകയും ചെയ്യും. ആ കബറിൽ എത്തുന്നതോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സന്തോഷാന്ന് നമുക്ക് പറയേണ്ടി വരും. ചിലരൊക്കെ പറയാറില്ലേ, വേദന തിന്ന് അങ്ങേയറ്റം സങ്കടപ്പെടുമ്പോ ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് ചിന്തിച്ച മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലാണെങ്കിൽ അത് വേണ്ട. സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ, നിങ്ങൾ ഒരിക്കൽ കൂടി പടച്ച റബ്ബിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും. അതേ ആയത്തിന്റെ നിർവചനത്തിൽ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. മിൻഹാ ഖലഖനാകും, നിങ്ങൾ ആ മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ മടങ്ങുന്ന ദിവസത്തിനോട് കൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ, ആ ഖബറിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിലേക്ക് ഒരിക്കൽ